ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലേറ്റർ സോറിലെ 3 പെർഫ്യൂംസ് ആണ്. സോ യൂഷ്വലി ലേറ്റർ സോറിലെ പെർഫ്യൂംസ് ഞാനിവിടെ വൺസ് ഇൻ എ ബ്ലൂ മൂണെ പരിചയപ്പെടുത്താറുള്ളൂ. സോ ഇന്ന് എന്തായാലും 3 പെർഫ്യൂംസ് പരിചയപ്പെടുത്താം എന്ന് കരുതി. അതിന് ഒരു റീസൺ എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇതൊന്ന് വാണ്ടഡ് ആണ്, ലേറ്റർ സോർ വാണ്ടഡ് ആണ്. ഇത് അസാരോ മോസ്റ്റ് വാണ്ടഡ് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. ഈ ലേറ്റർ സോറിൽ ഏറ്റവും അധികം ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഒരു പെർഫ്യൂം ആയിരുന്നു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് നാളായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊരു സമയം നോക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു കാരണത്താലെ, അതായത് ഇങ്ങനെ ഇത്ര അധികം റിക്വസ്റ്റ് വന്നൊരു പെർഫ്യൂം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മലയാളത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം എന്നുള്ളത്. സോ അതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്, വാണ്ടഡ്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഞാൻ സിംഗിൾ ഓരോന്നായിട്ട് പറയാം. സോ നെക്സ്റ്റ് വൺ ഈസ് ലേറ്റർ സോർ റാപ്ചർ എന്നുള്ളത് സ്ഫിങ്സിന്റെ എലിക്സിർ എന്ന പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. സോ ലാസ്റ്റ് വൺ റോയൽ, ഇത് 1 മില്യൺ റോയലിന്റെ ഇൻസ്പയർഡ് ആണ്. 1 മില്യൺ റോയലിന്റെ ഈ ഒരു സാധനം ഒരുപാട് എൻക്വയറി വന്ന ഒരു പെർഫ്യൂം ആയിരുന്നു. സോ ഇത് ഈ റാപ്ചർ സ്ഫിങ്സ് എലിക്സിർ ചിലപ്പോൾ അധികം ആൾക്കാർക്ക് പരിചയമുണ്ട്. സ്ഫിങ്സ് തന്നെ തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് സ്ഫിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ സ്ഫിങ്സ് എലിക്സിർ എന്നുള്ള പെർഫ്യൂം ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറന്റ്ലി ഒരു വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഫ്രാഗ്രൻസുകളൊന്നാണ് നമ്മുടെ ഗിസ ഇമ്പീരിയൽ വാലിന്റെ ഫ്രാഗ്രൻസുകൾ. സോ ഈ സ്ഫിങ്സ് എലിക്സിർ എന്നുള്ളത് ഗിസ ഇമ്പീരിയൽ വാലി ആയിട്ട് വളരെ സിമിലർ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ആ ഒരു നാച്ചുറൽ വരുന്നത്, ബട്ട് അതിൽ നിന്ന് കുറച്ച് ചെറിയ ചില വ്യത്യാസങ്ങൾ, അതായത് ആ ഒരു ഓംബർ ലെതറിന്റെ ഒക്കെ നോട്ട്സ് കുറച്ച് ഇത്തിരി കൂടി കൂടുതലായിട്ട് നിൽക്കുന്ന പോലത്തെ. അപ്പൊ എന്തായാലും ഇത് സിംഗിൾ ആയിട്ട് ഞാൻ ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഒറ്റയടിക്ക് ആകെ കൂട്ടി കഴിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. സോ ഇത് ഇങ്ങനെ കുറെ പേര് ചോദിച്ചത് കൊണ്ടാണ് ഈ സാധനങ്ങൾ ഞാൻ ഇവിടെ റിവ്യൂ ചെയ്യാനുള്ള കാര്യം. ഇനിയും ഒരുപാട് പ്രോഡക്ട്സ് വരാനുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാല് മോർ ദാൻ 100 പ്രോഡക്ട്സ് ഇവിടെ ഞാൻ ഇങ്ങനെ വെയിറ്റിംഗിൽ വെച്ചേക്കാണ്. അത് ഓരോരോ ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വെച്ചതാണ്. അപ്പോൾ വാണ്ടഡ്, നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിന്റെ മേലെ ദ ഫ്രാഗ്രൻസ് എക്സ്പേർട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതൊന്നുമില്ല, ജസ്റ്റ് ഒരു സീരീസ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ലേറ്റർ സോർ ദ ഫ്രാഗ്രൻസ് എക്സ്പേർട്ട് എന്നൊരു സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനുള്ളിലാണ് ഈ വാണ്ടഡ് വരുന്നത്. അതിൽ വരുന്ന പെർഫ്യൂംസ് എല്ലാം തന്നെ 30 ml, നമ്മുടെ ആക്സെൻസിന്റെ, നമ്മുടെ തന്നെ ആക്സെൻസ് ഉള്ള പോലെ ഈ 30 ml ആ സെയിം ആക്സെൻസിൽ കണ്ട സെയിം ലുക്കിൽ തന്നെയാണ് വരിക. അപ്പോൾ ഇത് എല്ലാത്തിനും ഒരേ പ്രൈസ് ആണ്. ആക്സെൻസിൽ പല 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 പ്രൈസിങ് ആയിരുന്നു. അപ്പൊ ഇതെന്താ വെച്ചാൽ ഇത് നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം ഒരേ പ്രൈസിലുള്ളതായതുകൊണ്ട് ഒരേ പ്രൈസിലാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്കും എത്തിക്കുന്നത്. അത് മാറ്റം വന്നേക്കാം, കാരണം എക്സ്പെൻസീവ് ആയിട്ടുള്ള വരുമ്പോൾ മാറിയേക്കാം. ഇപ്പൊ വന്നതെല്ലാം ഒരേ പ്രൈസ് കാറ്റഗറിയിലായതുകൊണ്ട് ഒരേ പ്രൈസിലാണ് വരിക. ആക്സെൻസിൽ പലതിനും പല പ്രൈസ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരേ പ്രൈസിലേക്ക് കൊണ്ടുവരാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഒരേ പ്രൈസിലേക്ക് കൊണ്ടുവരുമ്പോൾ പൊതുവെ ആളുകൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല് അതിന്റെ ക്വാളിറ്റിയിൽ മാനിപ്പുലേഷൻസ് വരുത്തും. അത് നമ്മൾ ചെയ്യൂല. കാരണം നമുക്കിത് എങ്ങനെയാണ് കിട്ടുന്നത് അങ്ങനെ തന്നെ കസ്റ്റമേഴ്സിന് എത്തിക്കുക എന്നുള്ളതാണ്. ഇത്തിരി പ്രൈസ് കൂടിയെന്ന് കരുതി നമ്മളെ സംബന്ധിച്ച് അതിൽ നമ്മൾ ഒരു വറീഡാകേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ലാതെ എല്ലാത്തിനും ഒരേ പ്രൈസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാനിപ്പുലേഷൻസ് ഉണ്ടാവും. അത് മനസ്സിലാക്കുക. കാരണം ഈ സാധനങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ ഒന്നിനൊരു വിലയാണെങ്കിൽ അടുത്തതിന് ചിലപ്പോൾ അതിന്റെ 10 ടൈംസ് എക്സ്പെൻസീവ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലത് 5 ടൈംസ് എക്സ്പെൻസീവ് ആയിരിക്കും. ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടാവും ഓരോന്ന്. അപ്പൊ ഈ 10 ടൈംസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനത്തിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും, ഈ പ്രൈസിലേക്ക് എത്തിക്കും. അവിടെ എന്തായാലും നമ്മൾ ചെയ്യില്ല. സോ ദ ഫ്രാഗ്രൻസ് എക്സ്പേർട്ട് വാണ്ടഡ് എന്നാവും ഇതിൽ എഴുതിയിട്ടുണ്ടാവുക. ലേറ്റർ സോറിന് മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ലേറ്റർ സോറിന് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, സോ ഇത് ഇവിടെ വെക്കട്ടെ. ഒരു മിനിറ്റ്. ഇത് അസാരോ മോസ്റ്റ് വാണ്ടഡിന്റെ ഇൻസ്പയർഡ് ആണ്. ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇതിലൊരു സ്പൈസി നോട്ട്സ് ഉണ്ട്, വെനില നോട്ട്സ് ഉണ്ട്, പിന്നെ വൂഡി ഫ്രാഗ്രൻസ് ഉണ്ട്. ഇത് മൂന്നുമാണ് ഇതിൽ പ്രോമിനന്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മുടെ അതിൽ ഓൾറെഡി നമ്മുടെ ഒരു ടോപ്പ് സെല്ലിംഗ് പെർഫ്യൂംസിൽ ഒരെണ്ണമായിട്ടുള്ള അസാരോ വാണ്ടഡ് ബൈ നൈറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിൽ അസാരോ വാണ്ടഡ് ബൈ നൈറ്റ് ഓൾറെഡി ഉണ്ട്. ഒരുപാട് പേര് വാങ്ങിക്കുന്ന പെർഫ്യൂമാണത്. അപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം ഇതിനുള്ളൂ. ആക്ച്വലി അതിലൊരു ഇത്തിരിയും കൂടി സ്പൈസിനെസിന്റെ കൂടെ കുറച്ചും കൂടി ഒരു ഫ്രൂട്ടി സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു. അത് ഇവിടെ കുറച്ച് മാറിയിട്ട് ഇവിടെ ഒരു വെനില പിന്നെ ഒരു ജിഞ്ചറൊക്കെ പോലത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത് ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസപ്പെടുന്നത്
അതാണ് എനിക്ക് തോന്നിയത്. സോ അതാണ് വാണ്ടഡ്, ലേറ്റർ സോൾ വാണ്ടഡ്. ഇത് 30 ml 590 ആണ് ആക്ച്വൽ പ്രൈസ്. ബട്ട് ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി ഇത് 550 റുപ്പീസിന് കിട്ടും. അത് എത്ര നാളത്തേക്കാന്നുള്ളതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ പോസ്റ്റേഴ്സിലൊക്കെ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്നൊക്കെ ഉണ്ടാവും. ബട്ട് ആര് ചോദിച്ചാലും അങ്ങനെ ആ പ്രൈസിന് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം, ഇത് ഈ 550ക്ക് കുറച്ച് നാളുണ്ടാവും. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവില്ല. അത് ഞാൻ പറയാൻ കാര്യം, നമ്മുടെ ലേറ്റർ സോറിൽ 1 മില്യൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള മില്ലേനിയം, പിന്നെ അതായിരുന്നു പിങ്ക് ക്രിസ്റ്റല്, അങ്ങനെ കുറച്ച് 30 ml പെർഫ്യൂംസ് ഉണ്ട്. ആക്ച്വലി 30 ml നമ്മളെല്ലാം ഒരു 550 അല്ലെങ്കിൽ 590, ചിലത് 490 ഇങ്ങനെയൊക്കെ പ്രൈസിങ്ങിലാണ് വരിക. പക്ഷെ ആ സാധനങ്ങൾ നമ്മൾ 390ക്ക് കൊണ്ടുപോയി വെച്ചു. 390ക്ക് പ്രൈസ് ഇട്ടപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ആ സാധനങ്ങളൊക്കെ പോകുന്നത് ലോസ് ആയിട്ടാണ്. അപ്പോൾ അത് പക്ഷെ പിന്നീട് പ്രൈസ് കൂട്ടാനും പറ്റുന്നില്ല. കാരണം പലരും അതിന്റെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ തിരിച്ചയക്കും, ഇത് നേരത്തെ ഇങ്ങനെയാണല്ലോ പ്രൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അവിടെ സ്റ്റെക്ക് ആയി കിടക്കണം. അപ്പോൾ അതെന്തായാലും ഇത് അങ്ങനെ വരില്ല. ഇതിപ്പോൾ 550 ആണ്. അപ്പോൾ പിന്നീട് മാറുകയാണെങ്കിൽ മാറും. അതിപ്പോൾ എന്തായാലും ഇപ്പം മാറ്റുന്നില്ല. നമുക്ക് 550ക്ക് തന്നെ കുറച്ച് നാളെ പോട്ടെ. ഓക്കെ, അപ്പം ഞാൻ എല്ലാം ഉള്ളതൊക്കെ ഓപ്പണായി പറയുന്നതെന്നുള്ളൂ. പിന്നെ അതിനുള്ളൊരു ഹിഡൻ ആയിട്ടുള്ള സംഭവങ്ങൾ വേണ്ടല്ലോ. സോ നെക്സ്റ്റ് വൺ ഈസ് റോയൽ. റോയൽ എന്നുള്ളത് 2 സൈസിലാണ് ആസ് ഓഫ് നൗ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 20 ml, ഇത് 8 ml. ഒറ്റയടിക്ക് വലുത് കൊണ്ടൊന്ന് ഇറക്കൂല. കാരണം ഇതൊരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയതിന്റെ ശേഷം മാത്രമേ നമ്മൾ വലുതിലേക്ക് പോവുള്ളൂ. അത് മിക്ക പെർഫ്യൂംസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ പെർഫ്യൂംസ് റെയർ കേസിലെ സ്ട്രൈറ്റ് അവേ 50 ml പോകാറുള്ളൂ. ഇപ്പോൾ സ്പൈസ് ബ്ലാസ്റ്റ് ആണ് റീസെന്റ് പോയത്. ബട്ട് ഈ സ്പൈസ് ബ്ലാസ്റ്റ് ഒക്കെ ഇവിടെ വന്നിട്ട് എത്ര നാളായി എന്നറിയോ. അത് നമ്മൾ പല ഒക്കേഷൻസിൽ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ഇറ്റ്സ് ഫൈൻ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് 50 ml ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതല്ലാതെ എല്ലാതും കൊണ്ടുവന്ന് 50 ml ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, കാരണം ഒരു കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. സോ അതുകൊണ്ട് ആ പണി ചെയ്യൂല. 50 ml ആയിരിക്കും വാല്യൂ ഫോർ മണി. ബട്ട് ഇനീഷ്യലി ഇപ്പോൾ ഇത് ഇങ്ങനെ 2 നിങ്ങൾക്ക് ചെറുത് ട്രൈ ചെയ്യാൻ ഇതിന് 200 റുപ്പീസ് ഫ്രീ ഡെലിവറി ആണ്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ ഒരു കാൽക്കുലേഷൻ, ചിലർ ഇതിന് 200 ഫ്രീ ഡെലിവറി പറയുമ്പോൾ ഇത് ചിലർ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് എന്താ പറയുക 100 ml പ്രൈസ് അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഇത്രയും പ്രൈസാണ് ഞങ്ങൾക്ക് വേണ്ട. 100 ml അല്ല, ഇതിന് 20 ml എത്തുമ്പോഴേക്കും 420 പ്രൈസ് വരുന്നുള്ളൂ. അതല്ലാതെ ഈ ഒരു പ്രൊപ്പോർഷനിലല്ല പ്രൈസ് വരുന്നത്. അത് മനസ്സിലാക്കുക. കാരണം അപ്പോൾ ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2500 രൂപയ്ക്ക് വരില്ല എന്നൊക്കെ. അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ ഭയങ്കര എക്സോർബിറ്റന്റ് പ്രൈസിംഗ് ഒന്നും നമ്മളെ പ്രൊഡക്റ്റുകൾക്ക് ഇല്ല. അങ്ങനെയുള്ള ചില പ്രൊഡക്റ്റുകളുണ്ട്, അതിൽപ്പെട്ട ഒരെണ്ണമാണ് ഇത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിന് അത്രയും പ്രൈസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അതിലും മാനിപ്പുലേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. സോ ഈ റോയൽ എന്നുള്ളത് 1 മില്യൺ റോയലിന്റെ ഇൻസ്പയർഡ് ആണ്. എന്താണ് 1 മില്യൺ റോയലിന്റെ ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ, സാധാരണ 1 മില്യൺ പെർഫ്യൂം ഉണ്ടല്ലോ, അതിന്റെ ഒന്നും കൂടി പോളിഷ്ഡ് ആയിട്ടുള്ള വേർഷൻ. അതായത് സാധാരണ 1 മില്യൺ നമുക്ക് കിട്ടുന്ന എല്ലാ ഫ്രാഗ്രൻസും ഇവിടെ ഉണ്ട്. അതായത് അതിലുള്ള അരോമാറ്റിക് നോട്ട്സ് ഉണ്ട്, സ്പൈസി നോട്ട്സ് ഉണ്ട്, ഇത്തിരി ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, എല്ലാം ഇതിലുണ്ട്. കാർഡമത്തിന്റെ ഫ്രാഗ്രൻസ് ഉണ്ട്. ബട്ട് അതെല്ലാം ഒരു പടി മേലോട്ട്, അതായത് നമ്മൾ അതിന്റെ കുറച്ചും കൂടി ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മീൻസ് ഒരു എസെൻസ് ആയിട്ടുള്ള ഒരു വേർഷൻ, അതാണ് ഈ റോയലിന് കിട്ടുന്നത്. സാധാരണ 1 മില്യൺ ആയിട്ട് ചെറിയ ചില ബന്ധങ്ങളുണ്ട്. ബട്ട് 1 മില്യൺ എലിക്സർ ആയിട്ടാണ് കൂടുതൽ ബന്ധം തോന്നുന്നത്. ബട്ട് അതിനേക്കാൾ കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ള ഫ്രാഗ്രൻസ്. അത് ഞാൻ ഇതിന്റെ പ്രൊജക്ഷൻ പറയാൻ വിട്ടു കേട്ടോ. ഈ സാധനം നിങ്ങൾക്ക് ഒരു 6 hours വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2 hours വരെയാണ് അതിന്റെ പ്രൊജക്ഷൻ ഉള്ളത്. ഇതും 2 hours, 2 to 2.5 വരെ ഇത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഞാൻ ആഫ്റ്റർനൂൺ എപ്പോഴും അപ്ലൈ ചെയ്താണ് ഇവിടെ. അത് എപ്പോഴും ഇവിടെ സ്മെല്ലുണ്ട്. ഓക്കെ, ഇതൊരു 6+ hours ഇതും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ രണ്ടിന് കാര്യങ്ങൾ. സോ ഇനി തേർഡ് വൺ ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ ആ കമ്പനീൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലേ, സ്വിങ്സ് അതല്ലേ. ഓക്കെ, കാരണം ഇതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് വന്ന കമ്പനികളാണ്. പക്ഷെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവരെ എല്ലാം. അപ്പോൾ ഈ സ്വിങ്സ് എന്നുള്ളത് ഒരു US കമ്പനിയാണ്. അത്യാവശ്യം ഒരു പ്രീമിയം ഗ്രേഡിൽ പെർഫ്യൂംസ് ഇറക്കുന്ന ഒരു കമ്പനിയാണ്. സോ സ്വിങ്സിന്റെ എലിക്സർ എന്ന പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ്. അപ്പൊ നിങ്ങൾ എഴുതും എന്തിനാ അപ്പൊ അങ്ങനെ ഒരു പുതിയ കമ്പനീന്റെ ഒരു ഇൻസ്പയർഡ് കൊണ്ടുവരുന്നത്. ബട്ട് ചില കോമ്പിനേഷൻസ് ഇതേപോലെ പുതിയ ആൾക്കാർ വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ജെർമി ഫ്രാഗ്രൻസ് ഒരു പെർഫ്യൂം ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, ഓഫീസ് ഫോർമിന്റെ ഒക്കെ നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. അതിന്റെ ഇൻസ്പയർഡ് നമ്മൾ ഈ അടുത്ത് തന്നെ വരും കേട്ടോ. സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ഇത് ലേറ്റർ സോർ റാപ്ചർ എന്നാണ് പേര്. റാപ്ചർ ഇത് 8 ml 20 ml ഇതിന് 2 ഉള്ളത്. ഇത് 50 ml ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഇതിന് നല്ല പ്രൈസ് ഉണ്ട്.
അപ്പോൾ ഇത് ഞാൻ ആദ്യം പറയണേ, ഇതിന് 390 ആണ് 8 ml പ്രൈസ് വരുന്നത്, ഇതിന് 890 ആണ്. അപ്പൊ അതെന്താണ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള വെച്ചാൽ അതങ്ങനെ അത്രയും പ്രീമിയത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഈ സാധനം 12+ അവേഴ്സ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു 4 അവേഴ്സിന്റെ മേലെ ഇതിന് പ്രൊജക്ഷനുണ്ട്. ഇത് ഞാൻ എൻ്റെ ഷർട്ടിന്റെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റിൽ അതേപോലെ നിൽക്കുന്നുണ്ട്, ഒരു മാറ്റമില്ലാതെ. അതങ്ങനെ നെക്സ്റ്റ് ഡേ ഒക്കെ സ്മെല്ല് കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ സ്നിഫ് ചെയ്താല് നെക്സ്റ്റ് ഡേയിലും ഈ സാധനം ഉണ്ട്. അത്ര സ്ട്രെങ്ത്തിലുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അത്രയും സ്ട്രെങ്ത് ഉള്ള സാധനം ആകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് എല്ലാവർക്കും പറഞ്ഞൊരു സാധനമല്ല. നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. അതാദ്യം മനസ്സിലാക്കണം. കാരണം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചിലർ ഇത് വാങ്ങി ഇഷ്ടപ്പെട്ട ആൾക്കാർ പറയും നല്ലതാണ്, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പറയും ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരും, ആരും വാങ്ങണ്ട, കട്ടി സ്മെല്ലാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാല്, ഇത് ഗിസ ഇംപീരിയൽ വാലി പെർഫ്യൂം ഉണ്ടല്ലോ, ഇപ്പോ ഒരു നല്ല ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു എന്താ പറയുക കുവൈത്ത് ബേസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂം, ആ ഗിസ ഇംപീരിയൽ വാലിന്റെ ഫ്രാഗ്രൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ബട്ട് അതിൽക്ക് ഒരിത്തിരിയും കൂടി സ്മോക്കിനെസ് കൂടിയത്, ഒരു സ്മോക്കി ലെതറി നോട്ട്സ് അതിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി അധികം ഉള്ളതാണ് ഇവിടെ. ഒരു കുറച്ച് വുഡി നോട്ട്സും കൂടുതലാണ്. അതായത് ഇംപീരിയൽ വാലിന്റെ ആ നല്ല നമ്മൾ മർജിന്നൊക്കെ കിട്ടിയ പോലെ ഒരു എന്താ പറയാ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടി ഫ്ലോറൽ നല്ലൊരു എന്താ പറയാ ഒരു സ്മോക്കി ആംബർ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഫ്രാഗ്രൻസ് അത് ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇതിന്റെ മിഡിൽ നോട്ട്സിലൊക്കെ ആ സാധനങ്ങൾ വരുന്നുണ്ട്. ബട്ട് ഇതിന്റെ ഒരു ഓപ്പണിംഗ് മുതലേ നമുക്കൊരു ആംബർ പ്ലസ് ഒരു സ്മോക്കി ആംബർ പ്ലസ് ലെതറി നോട്ട്സ് വരുന്നുണ്ട്. ഒരു ഊതിന്റെ പോലത്തെ ടച്ച്, ഒരു വുഡിയാണ് ആക്ച്വലി, ഊതല്ല, ഒരു വുഡി ഫ്രാഗ്രൻസ്. അങ്ങനെയുള്ള നോട്ട്സ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലുണ്ട്. അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ഇതൊരു ഇത്തിരി സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്നതാണല്ലോ തോന്നും. ബട്ട് അത് ആദ്യത്തെ ഒരു 15-20 മിനിറ്റ്സ് ഉള്ളൂ. പിന്നെ അത് മാറിയിട്ട് ഈ ഇംപീരിയൽ വാലിന്റെ പോലത്തെ ആ ഒരു നാച്ചുറലിലേക്ക് പോകും. പിന്നീട് ഇതൊരു വുഡി ആംബർ ആ ഒരു നോട്ട്സിലേക്ക് അങ്ങനെ പതിഞ്ഞ് പോവാണ്. ആ ഒരു ലെവലാണ് നിൽക്കുക. ഇപ്പൊ ഞാൻ ഇങ്ങനെ സ്നിഫ് ചെയ്താൽ എനിക്ക് ആ ഒരു വുഡി ആംബർ നോട്ട്സ് ആണ് കിട്ടുന്നത്. ബട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതല്ല, ബട്ട് ഒരു പതിഞ്ഞ ലെവലിൽ നിൽക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ചെറിയൊരു മധുരമുള്ള പോലത്തെ ഒരു ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. അതാണ് ഈ സാധനത്തിന് വരുന്നത്. അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഇതെനിക്ക് കിട്ടിയിട്ട് കുറച്ച് നാളായിരുന്നു. അപ്പൊ ഞാനത് ഫസ്റ്റ് ട്രൈ ചെയ്തത്, എനിക്കത് കമ്പനി അയച്ചു തന്നപ്പോൾ ഞാനത് ഇതേപോലത്തെ 8 ml ആക്കി, വലിയ ബോട്ടിലാണ് അയച്ചു തരിക, 20 ml. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഈ 8 ml ആക്കിയിട്ട് എന്താ പറയാ അടുത്തിടെ കസിന്റെ വെഡിങ് ഉണ്ടായിരുന്നു, അതിന്റെ 2-3 ദിവസം മുന്നേ ആയിട്ട് ഞാനത് അപ്ലൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പൊ എനിക്കത് നല്ല നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ വെഡിങ്ങിന്റെ അന്ന് ഞാനത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടെസ്റ്റർ എടുത്തിട്ട് പോക്കറ്റിലിട്ട് കൊണ്ടുപോയി. രാവിലെ വീട്ടിൽ നിന്ന് ഒരു 3-4 സ്പ്രേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് പേര് എന്നെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫ്രാഗ്രൻസ് എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു അത് എന്ത് സ്മെല്ലാണ് വരുന്നത് എന്നുള്ളത്. ആ സ്മെല്ല് ഈവനിങ്ങിലടക്കം ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് സ്പ്രേ ചെയ്തിട്ടേ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ച് നോക്കി, ഇത് എത്രത്തോളം നിൽക്കും അറിയണമല്ലോ. അപ്പൊ അത് ആ മോർണിംഗിൽ അടിച്ച ഒരു 4 സ്പ്രേ ഈവനിങ് വരിക. കല്യാണ ദിവസമാണ്, നമ്മൾ ഒരുപാട് സമയം പുറത്തായിരുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അതിന്റെ ഫ്രാഗ്രൻസ് അവിടെ ഉണ്ടായിരുന്നു നല്ല സ്ട്രെങ്ത്തിൽ. അപ്പൊ എനിക്ക് മനസ്സിലായത് സംഭവം അടിപൊളിയാണ്, നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെ അത് എനിക്ക് തോന്നുന്നു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അങ്ങനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ അതിന്റെ പേരാണ് റാപ്ചർ. അപ്പൊ ഇത് 3ആണ് ഇപ്പോൾ റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകാറുണ്ട്. അത് ഞാൻ ഇങ്ങനെ വീഡിയോസിലൊന്നും കാണിക്കാറില്ല. അത് നമ്മുടെ ലിവിങ് ഡിജിറ്റലിൽ നിങ്ങൾ നോക്കിയാൽ വീഡിയോസിൽ കാണാൻ പറ്റും. എന്തായാലും ഇതില് കുറച്ചധികം പ്രൊഡക്ട്സ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഫ്രാഗ്രൻസ് എക്സ്പേർട്ട് എന്നുള്ള ഈ ഒരു സീരീസിൽ കുറച്ച് എനിക്ക് തോന്നുന്നു 6 or 7 പ്രൊഡക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ചും കൂടി പെർഫ്യൂംസ് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി മുമ്പൊരു വീഡിയോ ചെയ്തതിലുണ്ട്. ലീമാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ JDBയിൽ നിന്ന് വരുന്ന നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ലേറ്റർ സ്റ്റോറിൽ നിന്ന് കിട്ടും. ആ ഒരു ബ്രാൻഡിന്റെ അണ്ടറിൽ കുറച്ച് പ്രോഡക്ട്സുകൾ വന്നിട്ടുണ്ട് ഓൾറെഡി. അതിൽ ഞാൻ പറഞ്ഞിരുന്നു മറ്റേ ഡിയാൻജി തോണൻ്റെ ഒക്കെ കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ള വേർഷൻ അതിലുണ്ട് എന്നുള്ളത്. സോ അത് നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇത് നിങ്ങൾക്ക് നമ്മുടെ ലേറ്റർ സ്റ്റോറിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ എഡ്സെൻസിൽ വീണ്ടും 2 പുതിയ ഫ്രാഗ്രൻസും കൂടി വന്നിട്ടുണ്ട്. അത് എഡ്സെൻസ് പക്ഷേ ഇനി മൊത്തത്തിൽ 50 ml മാറുകയാണ്. അപ്പോൾ നേരത്തെ 30 ml ആയിരുന്നു. ബട്ട് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള
ഒരു പ്രൈസ് റേഞ്ചിലേക്ക് അത് വരും. നമുക്ക് ഇനീഷ്യലി വന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് അതിന്റെ പ്രൈസ് കൂടിയത്. പക്ഷെ അത് അത്രയും 30 ml 690 എന്നുള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതിന്റെ കൂടെ നമ്മുടെ 3 ml സ്പൈസ് ബ്ലാസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ട് കൊടുത്തത്. കാരണം വാങ്ങിക്കുന്നവർക്ക് അതൊരു വർത്ത് ആയിട്ട് തോന്നണമല്ലോ. അപ്പൊ അത് കാരണം അവിടെ അതിന്റെ ഒരു കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്തിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് അതിന്റെ കൂടെ കൊടുത്തത്. അപ്പൊ അതെന്തായാലും അത് കഴിഞ്ഞാൽ ആ ഒരു ബാച്ച് കഴിഞ്ഞാൽ പിന്നെ 50 ml അത് മാറും. അപ്പൊ അതൊക്കെയാണ് വീഡിയോയുടെ ഡീറ്റെയിൽസ്. സോ വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. So anyways, that's all about this video. Thanks for watching.